നമസ്കാരം. 2024 കന്നി രാശി കന്നി ലഗ്നക്കാർക്ക് എങ്ങനെയുള്ളതായിരിക്കും എന്നതിനെക്കുറിച്ചാണ് ഇന്ന് വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. പൊതുവെ സമ്മിശ്ര ഫലമാണ് കന്നി ലഗ്നം കന്നി രാശിക്കാർക്കുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾ ദീർഘകാലമായിട്ട് ഒരു വ്യക്തിയിൽ നിന്ന് മോചനം ആഗ്രഹിച്ചിരിക്കുകയാണെങ്കിൽ, ഒരു ഡിവോഴ്സൊക്കെ ആഗ്രഹിച്ചിരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ബന്ധത്തിൽ നിന്ന്, ഒരു പാർട്ട്ണർഷിപ്പിൽ നിന്ന്, അതായത് ഒരു വ്യക്തിയിൽ നിന്ന് അകലാൻ ആഗ്രഹിച്ച് ഇരിക്കുകയാണെങ്കിൽ അതിനുള്ള സമയം കൊണ്ടുതരുന്ന വർഷമാണ് 2024. ഡിവോഴ്സ് പോലുള്ള കാര്യങ്ങൾ നടക്കാൻ വളരെ സാധ്യതയുള്ളൊരു വർഷം തന്നെയാണ്. ഈ വർഷത്തിൽ ഞാൻ പറഞ്ഞു സമ്മിശ്ര ഫലമാണ്. അതായത് വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്ത് പഠിക്കാൻ പോകാനും അതുപോലെ വീട്, വാഹനം, പ്രോപ്പർട്ടി സ്വന്തമാക്കാൻ ഒക്കെ അവസരങ്ങളും സമയങ്ങളും വന്നു ചേരുന്നുണ്ടെങ്കിലും പല കാര്യങ്ങളിലും പറ്റിക്കപ്പെട്ടു പോവാതിരിക്കാനും റിലേഷൻഷിപ്പ് കാര്യങ്ങളിൽ പറ്റിക്കപ്പെട്ടു പോവാതിരിക്കാനും ഒക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. വിദ്യാഭ്യാസ കാര്യങ്ങളിലാണെങ്കിലും സന്താനങ്ങളുടെ കാര്യങ്ങളിലാണെങ്കിലും പ്രണയബന്ധങ്ങളിലാണെങ്കിലും പല തടസ്സങ്ങളും വന്നു ചേരുമെങ്കിലും പിന്നീട് അത് നന്നായിട്ട് വരുന്നതാണ്. അപ്പോൾ തടസ്സങ്ങൾ എന്നത് ഈ ഒരു കന്നി ലഗ്നം കന്നി രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ വിദ്യാഭ്യാസ കാര്യങ്ങളിലാണെങ്കിലും കർമ്മക്ഷേത്രത്തിലാണെങ്കിലും കർമ്മക്ഷേത്രത്തിലെ പ്രൊമോഷനാണെങ്കിലും നിങ്ങൾ ആഗ്രഹിച്ച സ്ഥലത്തേക്കുള്ള ട്രാൻസ്ഫർ ആണെങ്കിലും എല്ലാത്തിനും ഒരു അനുഗ്രഹം എന്നതുപോലെ വ്യാഴത്തിൻ്റെ ഗോചരം മെയ് മാസം വരുന്നതുകൊണ്ട് പല കാര്യങ്ങളിലും ആ ഭാഗ്യത്തിൻ്റെ സപ്പോർട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ ഭാഗ്യത്തിൻ്റെ സപ്പോർട്ട് ഉള്ളത് കാരണം വലിയ സാമ്പത്തിക നഷ്ടങ്ങളോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ വരാൻ സാധ്യതയില്ല. എന്നിരുന്നാലും ശ്രദ്ധിക്കേണ്ടത് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെട്ട് ഒരുപക്ഷെ കർമ്മക്ഷേത്രത്തിലായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ റിലേഷൻഷിപ്പ് കാര്യങ്ങളിലായിരിക്കാം, ജീവിത പങ്കാളിയോടായിരിക്കാം, അതുപോലെ മേലധികാരിയുമായിട്ട് അല്ലെങ്കിൽ പിതാവുമായിട്ട്, പിതാവിൻ്റെ സ്വത്ത് സംബന്ധിച്ചിട്ടുള്ള പല കാര്യങ്ങളുമായിട്ട് വേണ്ടാത്ത കാര്യങ്ങളിൽ, അതായത് അധികം പ്രാധാന്യം അർഹിക്കാത്ത, നമ്മുടെ ഫോക്കസ് അധികം വേണ്ടാത്ത കാര്യങ്ങളിൽ ഇടപെട്ട് തീർച്ചയായിട്ടും നിങ്ങൾ സ്വയം പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. അതാണ് നിങ്ങൾക്കുള്ള വെല്ലുവിളിയും. അതുകൊണ്ട് ഈ ഒരു വർഷം എന്നത് സമചിത്തത പാലിക്കുക, സംയമനം പാലിക്കുക എന്നാണ്. നമ്മൾ പ്രതികരിക്കേണ്ടതുണ്ടോ, പ്രതികരിക്കുന്നതിന് മുന്നേ ഒന്ന് ചിന്തിക്കുക. നമ്മുടെ പ്രതികരണം ഇവിടെ ആവശ്യമുണ്ടോ? ഞാൻ എന്തിനു പ്രതികരിക്കണം? ഈ വിഷയത്തിൽ എൻ്റെ ആവശ്യമുണ്ടോ? ഒരുപക്ഷെ ആ രണ്ട് വ്യക്തികളും സംസാരിക്കുന്ന ആ ഒരു കാര്യത്തെപ്പറ്റി വ്യക്തമായ ധാരണയും ആ കാര്യം എവിടെ എത്തിച്ചേരാം എന്നതിനെ കുറിച്ചുള്ള വ്യക്തമായ ബോധവും നിങ്ങൾക്കുണ്ടായിരിക്കാം. എന്നിരുന്നാലും ഈ ലഗ്നത്തിലെ കേതു നിങ്ങളോട് ആവശ്യപ്പെടുന്നത് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടരുത് എന്നാണ്. അങ്ങനെ കോടതി വഴക്ക് കാര്യങ്ങളിൽ പെട്ടുപോകാൻ കൂടി സാധ്യതയുള്ള ഒരു വർഷമാണിത്. അതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങൾക്ക് വ്യാഴം ഒരു രക്ഷയായിട്ടുണ്ടെങ്കിലും പല കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ മനഃപൂർവ്വം അകന്നു നിൽക്കുക, സംസാരം കുറയ്ക്കുക എന്ന് തന്നെയാണ് സജഷൻ ഉള്ളത്. പക്ഷേ ഈ ഒരു വർഷം വ്യാഴം തന്നെ നിങ്ങൾക്ക് വളരെ ഡിപ്ലോമാറ്റിക്കായിട്ട് സംസാരിക്കാൻ, സമചിത്തതയോടുകൂടി സംസാരിക്കാൻ, മധുരമായി സംസാരിക്കാൻ ഒക്കെ നിങ്ങൾക്ക് ഒരു പ്രചോദനം കൂടി നൽകുന്നതാണ് ഈ ഒരു വർഷം. അതുകൊണ്ട് തീർച്ചയായിട്ടും എഡ്യൂക്കേറ്റായിട്ട് പ്രവർത്തിക്കുന്നവരാണെങ്കിൽ, തീർച്ചയായിട്ടും പ്രോബ്ലം സോൾവേഴ്സ് ആണെങ്കിൽ, ഡോക്ടേഴ്സ് ആണെങ്കിലും അഡ്വക്കേറ്റ്സ് ആണെങ്കിലും ജ്യോതിഷ പണ്ഡിതന്മാരാണെങ്കിലും IT ഫീൽഡിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും മാത്തമാറ്റിക്സുമായി റിലേറ്റഡായിട്ട് CA, അക്കൗണ്ട്സ്, ഫിനാൻസ് തുടങ്ങിയ മേഖലകളിലാണെങ്കിലും ബാങ്കിങ് സെക്ടറുകളിലാണെങ്കിലും ഒക്കെയും സാമ്പത്തിക വിഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരും അധ്യാപകർക്കും ഒക്കെ നല്ല സമയങ്ങളാണ് വരുന്നത്. പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുക. നമ്മുടെ ആവശ്യം എവിടെയുണ്ട്, എവിടെ നമ്മൾ സംസാരിക്കണം എന്നതിനൊരു രൂപരേഖ നിങ്ങളായിട്ടുണ്ടാക്കുക. നമ്മുടെ ദശാകാലങ്ങൾക്കനുസരിച്ചിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നതും സംസാരിക്കുന്നതുമെല്ലാം. അതുകൊണ്ട് ദശാന്തർദശകൾ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ എല്ലാം പോസിറ്റീവായിട്ടിരിക്കും. നിങ്ങളുടെ വാക്കുകൾക്ക് നിങ്ങൾ പ്രതികരിച്ചതിന് വലിയൊരു അപ്രീസിയേഷൻ ലഭിച്ചു എന്നും വരാം നിങ്ങളുടെ ദശകൾക്കനുസരിച്ചിട്ട്. അതേസമയം ദശ സപ്പോർട്ടീവ് അല്ലെങ്കിലോ നമ്മൾ പറഞ്ഞതൊരു വിവാദമായി തീരാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് പബ്ലിക് സെക്ടറുകളിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ, രാഷ്ട്രീയക്കാരാണെങ്കിൽ, ഒരുപാട് ആൾക്കാരെ ഡീൽ ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ, യൂട്യൂബേഴ്സ്, മറ്റ് എഴുത്തുകാരൊക്കെ ആണെങ്കിലും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ഈ ഒരു സമയത്ത് നിരൂപകന്മാർക്കും കലാരംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കും എഴുത്തുകാർക്കും അധ്യാപകർക്കും ഒക്കെ നല്ല സമയങ്ങൾ കൊണ്ടുതരുന്ന ഒരു വർഷമാണ്. അപ്പോൾ ഞാനിത് സമ്മിശ്ര ഫലം എന്ന് പറയുമ്പോൾ പലതും തടസ്സങ്ങളാണ്. ഒരു കാര്യത്തിന് നമ്മൾ ഇറങ്ങുമ്പോൾ, അല്ലെങ്കിൽ ഒരു പേപ്പർ വർക്ക് ആയിക്കോട്ടെ, ജോലിപരമായിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ, അത് എളുപ്പം നടക്കില്ല. അതിനെല്ലാം തടസ്സങ്ങൾ വന്നു ചേരുന്ന ഒരു സമയം തന്നെയായിരിക്കും. രോഗം, ശത്രു, കടം എന്നൊരു ഭാഗത്തെ ശ്രദ്ധിക്കണം. പണം കടം കൊടുക്കുമ്പോൾ സൂക്ഷിക്കുക. ഇവിടെ നിയമത്തിൻ്റെ നൂലാമാലകളിൽ പെട്ടുപോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ജീവിത പങ്കാളിയുമായിട്ട് നല്ല ബന്ധം കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക. അവരുമായിട്ടുള്ള ഇഷ്യൂസ് എന്നത് നീണ്ടു നിൽക്കുന്നതായിരിക്കും. പറഞ്ഞ് പരിഹരിക്കാൻ പറ്റാത്ത ഇഷ്യൂസും ഈ വർഷം തുടങ്ങിയേക്കാം.
അതുകൊണ്ട് തന്നെ അവരുമായിട്ടുള്ള ബന്ധം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക. ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി ലഭിക്കുന്ന സമയമാണ്. ദാമ്പത്യ ബന്ധം ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ജോലിയിലാണെങ്കിലും ജോലി വാഗ്ദാനമൊക്കെ ലഭിക്കുമ്പോൾ അതിലും നമ്മൾ പറ്റിക്കപ്പെട്ടു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ജോലി വാഗ്ദാനത്തിൽ വിദേശത്തൊക്കെ ജോലി വാഗ്ദാനം ചെയ്യുമ്പോൾ അതിൻ്റെ എല്ലാ ബാക്ക്ഗ്രൗണ്ടും അന്വേഷിക്കേണ്ടതാണ്. നമ്മൾ വിചാരിച്ച പോലെയുള്ള ഉത്തരവാദിത്തങ്ങളായിരിക്കില്ല നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ലഭിക്കുന്നത്. അപ്പോൾ ഏത് കാര്യത്തിലും നമുക്ക് ലഭിക്കുന്ന വാഗ്ദാനങ്ങളെ ഒന്ന് നിങ്ങൾ പുനഃപരിശോധിക്കേണ്ടതാണ്. പൊതുവെ ബിസിനസ് കാര്യങ്ങളിൽ ഉയർച്ച കൊണ്ടുതരുന്ന സമയമാണ്. ഇൻവെസ്റ്റ് ചെയ്യാനും വിദേശത്ത് ഇമ്പോർട്ട് എക്സ്പോർട്ട് ബിസിനസ് ആണെങ്കിലും വിദേശീയരുമായിട്ട് കൊലാബറേറ്റ് ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്യാനും ഒക്കെ നല്ല സമയങ്ങൾ വന്നു ചേരുന്നുണ്ട്. ആത്മീയ പുരോഗതിക്ക് വളരെ നല്ല സമയം തന്നെയാണ്. ആധ്യാത്മിക കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യമെടുക്കാൻ, ഏകാന്തമായിട്ടുള്ള ജീവിതം നയിക്കാൻ, ധ്യാനം, മെഡിറ്റേഷൻ, മന്ത്രജപങ്ങൾ ചെയ്യാനായിട്ട്, ജ്യോതിഷം പോലെയുള്ള ഒക്കൾട്ട് സയൻസസ് പഠിക്കാനായിട്ടും അതുപോലെ നിഗൂഢമായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനായിട്ടും ഒക്കെ നല്ല സമയങ്ങൾ വന്നു ചേരുന്നുണ്ട്. ഒരു വർഷം സന്താനങ്ങളില്ലാതെ ഇരിക്കുന്നവർക്ക് സന്താന ലബ്ധിക്കാണെങ്കിലും വിവാഹത്തിനായിട്ടും ഒക്കെ ഒരു സമയം വന്നു ചേരുന്നുണ്ട്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ 2023 നിങ്ങൾക്ക് വന്നു ചേർന്നിട്ടുള്ള പല കാര്യങ്ങളും, അത് സാമ്പത്തിക നഷ്ടങ്ങളൊക്കെ ആണെങ്കിലും അത് നികത്താൻ കൂടിയുള്ളൊരു വർഷമായിരിക്കും. ഈ ഒരു സമയത്ത് നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ കർമ്മക്ഷേത്രത്തിൽ പ്രവർത്തിക്കുന്നു എന്നത്, അതായത് ഓഫീസ് പൊളിറ്റിക്സിലും മറ്റും ഇടപെട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ വളരെയധികം എൻടാങ്കിൾഡ് ആയിട്ടിരിക്കുന്നുണ്ടോ, അതോ നിങ്ങൾ ഫോക്കസ്ഡ് ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ടോ എന്നത് നിങ്ങളെ കൊണ്ട് തന്നെ ചിന്തിപ്പിക്കുന്ന ഒരു വർഷമായിരിക്കും ഇത്. അപ്പോൾ നിങ്ങളുടെ കൂടുതൽ ലക്ഷ്യം എന്നത് രാഹു നിങ്ങളെ കൊണ്ട് കൂടുതൽ ലാഭങ്ങൾ നേടാൻ പ്രേരിപ്പിക്കുന്നതാണ്. പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണെങ്കിലും റിയൽ എസ്റ്റേറ്റിലാണെങ്കിലും, അതായത് പലതരത്തിലും ഷോർട്ട് കട്ടിലൂടെ ആണെങ്കിലും രാഹു നിങ്ങളെ കൊണ്ട് ലാഭം നേടാൻ പ്രേരിപ്പിക്കുന്ന ഒരു വർഷമാണിത്. എന്നിരുന്നാലും ധാർമ്മികത മുറുകെ പിടിക്കുക. കാരണം 9ാം ഭാവത്തിലേക്കാണ് വ്യാഴം വന്നിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ വിദേശയാത്ര സംബന്ധിച്ചിട്ടുള്ള തീർത്ഥയാത്രകൾ നടത്താനുള്ള സ്വപ്നങ്ങളായാലും പലതും സഫലീകരിക്കുമെങ്കിലും ധാർമ്മികത മുറുകെ പിടിക്കാൻ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വർഷമാണ് കന്നിരാശി കന്നി ലഗ്നക്കാർക്ക്. അപ്പോൾ ഇവിടെ ഉദരസംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, മുട്ടുവേദന പോലെയുള്ള കാര്യങ്ങളാകട്ടെ, തലവേദന തുടങ്ങിയ നെർവസ് സിസ്റ്റത്തിനെ ബാധിക്കുന്ന അസുഖങ്ങളായിക്കോട്ടെ, ഇതിനേക്ക് ഒന്ന് ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. നേരത്തെ തന്നെ ഗർഭാശയവുമായിട്ട് കിഡ്നി സംബന്ധിച്ചിട്ടുള്ള അസുഖങ്ങളുള്ളവരാണെങ്കിലും ഒന്ന് ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. അപ്പോൾ കന്നി ലഗ്നം കന്നി രാശിക്കാർക്ക് 2024 എങ്ങനെയുള്ളതായിരിക്കും എന്നതിനെക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ സംസാരിച്ചിട്ടുള്ളത്. നിങ്ങൾ എനിക്ക് തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ. ഓം നമഃ ശിവായ.